ഈ കാര്യങ്ങളൊന്നും രാജ്യം കേൾക്കേണ്ടതും കാണേണ്ടതുമില്ല എന്നുള്ള തീരുമാനം നടപ്പിലാക്കുന്നു. തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. നോക്കൂ, ആ എത്ര മൈക്കുകൾ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ. അത് വളരെ കുറച്ച് മൈക്കുകൾ മാത്രമാണ്. ഏതായാലും മറ്റ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ആ പ്രതികരണങ്ങൾ പകർത്താൻ വളരെ കുറച്ച് ചാനലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും നോക്കൂ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സമര നീക്കമാണ്. ആ സമര നീക്കം എന്ന് പറയുന്നത് ഇന്ന് ഈ കാലത്ത് യുവാക്കൾ ഉയർത്തുന്ന അവരുടെ അമർഷം, അവരുടെ പ്രതിഷേധം, അവരെ അവഗണിക്കുന്നു, അവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നു. തുറന്നിരിക്കുന്നു, ബസ് മുന്നോട്ട് നീങ്ങുകയാണ് എന്ന് നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു. നോബൽ മാരിക്കാരൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. നോബൽ, തടസ്സം നീങ്ങിയോ? ബസ് മുന്നോട്ടാണോ? മാധു, ഇപ്പോൾ ആ ബസ്സിനെ മുന്നോട്ട് പോകാനുള്ള പാത തുറന്നിരിക്കുന്നു. ബാരിക്കേഡുകൾ പ്രവർത്തകർ തള്ളി നീക്കി. അതിന് പിന്നാലെ പോലീസ് അവരുടെ കുറുകിയിട്ടായിരുന്ന ബസ് നീക്കി. ഇതോടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ, രാഹുൽ ഗാന്ധി, കെ സി വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട എംപിമാർ ഉള്ള വാഹനം, ആ ബസ് ഇപ്പോൾ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗാന്ധി സ്മൃതിയിലേക്ക് പോകാനുള്ള അനുമതി എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ എംപിമാർക്ക് വലിയ പിന്തുണയുമായി വലിയ പ്രവർത്തകരുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധമായി തന്നെയാണ് ഇതിപ്പോൾ മാറാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് സമാധാനപരമായി ഗാന്ധി സ്മൃതിയിൽ പോയി പ്രതിഷേധിക്കാനുള്ള അവസരം പോലും എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ സർക്കാർ നൽകുന്നില്ല. വിദ്യാർത്ഥികൾക്കൊപ്പം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഉണ്ട് എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇന്ത്യ സഖ്യത്തിന്റെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാ എംപിമാർ ഒരു ബസ്സിൽ രാജ്യത്തെ യുവാക്കൾക്കും ഒപ്പം വിദ്യാർത്ഥികൾക്കും വേണ്ടി തെരുവിലേക്ക് പോകുന്ന കാഴ്ച, ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ട് യുവാക്കൾ നടത്തുന്ന പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന കാഴ്ച, അത്തരത്തിൽ വലിയൊരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ദില്ലി എന്തായാലും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിൽ നമ്മൾ മുൻപ് പല പ്രതിഷേധങ്ങളും ദില്ലിയിൽ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു പ്രതിഷേധം ഇത് ആദ്യമായാണ്. കാരണം അപ്രതീക്ഷിത നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഇന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ 84ാം പിറന്നാളിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് രാഹുൽ ഗാന്ധി നടത്തി. അതിന് പിന്നാലെ ഇപ്പോൾ ഈ ദിവസം ഈ വ്യാഴാഴ്ച വൈകിട്ട് എംപിമാരോട് തന്റെ വസതിയിലേക്ക് എത്താൻ പറയുകയും അവിടെ നിന്ന് ബസ്സുകളിൽ ഗാന്ധി സ്മൃതിയിലേക്ക് ഒരു യാത്ര, അതും യുവാക്കൾക്കും ഒപ്പം വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരു യാത്ര, അത് വളരെ അപൂർവമായ ഒരു യാത്രയായി മാറിയിരിക്കുന്നു. എന്താണെങ്കിലും ഇപ്പോൾ ബസ് മുന്നോട്ട് പോവുകയാണ്. 2 ബസ്സുകളിലാണ് എംപിമാർ ഉള്ളത്. എംപിമാർ ഇപ്പോൾ അവരുടെ മാർച്ച് ബസ്സിൽ മുന്നോട്ട് പോയി ഗാന്ധി സ്മൃതിയിൽ എത്തോടെ ഈ മാർച്ച് അവിടെ ഇറങ്ങി ഗാന്ധി സ്മൃതിക്ക് അകത്തടക്കം ഇവർക്ക് മാത്രമല്ല നോബൽ ആ ബസ്സിനെ അനുകൂലിച്ച, ആ ബസ്സിന് അനുഗമിച്ച ധാരാളം ആളുകൾ മുന്നോട്ട് പോവുകയാണ്. ഇതൊരു വലിയ മാർച്ചായി മാറുകയാണ്. നിശ്ചയിച്ച ആളാണ് പഞ്ചാബിന്റെ PCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ലോക്സഭാ അംഗം അമരീന്ദർ സിംഗ് രാജാവർ. അദ്ദേഹം ഇപ്പോഴും ഈ ബസ്സിന് മുന്നിൽ നടന്നുകൊണ്ട് പ്രവർത്തകരെ നയിക്കുന്നു. അതിന് പിന്നിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിഷേധത്തെ നയിക്കുന്നു. എന്താണെങ്കിലും വലിയൊരു പ്രതിഷേധമായി ഇത് മാറിയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യം, മറ്റ് ആളുകൾ, മറ്റ് പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യം, അങ്ങനെ ഒരു വലിയ പ്രതിഷേധം. കഴിഞ്ഞ ദിവസത്തെ ഈ പ്രതിഷേധം വീണ്ടും തടഞ്ഞിരിക്കുന്നു. പ്രതിഷേധം ഇപ്പോൾ വീണ്ടും തടഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. പോലീസ്, അതോടൊപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഒരു ഘട്ടത്തിൽ കൂടി ഇപ്പോൾ മുന്നോട്ട് വന്ന ബസ്സിനെ തൊട്ടടുത്ത് ഇപ്പോൾ വീണ്ടും തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തരത്തിലുള്ള ഉന്തും തള്ളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് തള്ളി മാറ്റുന്നു. അങ്ങനെ റാലി വീണ്ടും മുന്നോട്ട് പോകുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ ഉന്തും തള്ളുമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരാൽ രണ്ടാമത്തെ വാഹനം വീണ്ടും തടഞ്ഞിരിക്കുന്നു. പോലീസ് ലെയറായി അവിടെ നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തടയാനുള്ള ശ്രമത്തെ ബലം പ്രയോഗിച്ച് തന്നെ പ്രവർത്തകരും പ്രതിരോധിക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനം വീണ്ടും മുന്നോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷം വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മിന്നൽ സമര പരിപാടി, പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. PR സുനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സുനിൽ, തടയാനുള്ള ശ്രമങ്ങൾ തുടരെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ചെറുത്തു തോൽപ്പിക്കാൻ പ്രവർത്തകർക്കും കഴിയുന്നുണ്ട്. മധു, RAF-ഉം CRPF-ഉം ദില്ലി പോലീസും ചേർന്നാണ് ഇപ്പോൾ ഈ ഒരു മാർച്ചിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആദ്യം ഒരു ബസ് കുറുകെയിട്ട് ഇവരുടെ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നീട് പോലീസുമായി സംസാരിച്ച് മുന്നോട്ട് പോകാൻ ധാരണയായി. ഇപ്പോൾ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും തടഞ്ഞു. പക്ഷേ ഈ ബസ്സിന്റെ ഇരുവശവും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും സൈന്യത്തിന്റെ വലിയ നിരയാണ്. RAF-ന്റെ വലിയ നിര കാണാം, ഒപ്പം തന്നെ CRPF-ന്റെ വലിയ നിര കാണാം, ദില്ലി പോലീസിന്റെ വലിയ നിര കാണാം. അപ്പോൾ ആ ഒരു
സുരക്ഷ എന്ന് പറഞ്ഞാൽ പോരാ, ഇത് തടയാനുള്ളൊരു കവചം. ആ കവചവുമായിട്ടാണ് ചെറിയ പതുക്കെയെങ്കിലും ഈ ഒരു വാഹനത്തിന് നീങ്ങാൻ കഴിയുന്നു. ഇപ്പോൾ രേണുക ചൗധരി കൂടി ഈ ബസ്സിലേക്ക് കയറി നമുക്ക് കാണാം. രേണുക ചൗധരി നമുക്കറിയാം ധീരയായ ഒരു കോൺഗ്രസ് പാർലമെന്റ് അംഗമാണ്, കോൺഗ്രസ് ദേശീയ നേതാവാണ്, UPA സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായ നേതാവാണ്. രേണുക ചൗധരി ട്രാക്ടറുമായൊക്കെ തന്നെ പാർലമെന്റിൽ പണ്ട് വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ പോലീസ് ക്രൂരമായി ആക്രമിക്കുമ്പോൾ അതിനിടയിലേക്ക് തള്ളിക്കയറി പോലീസിനെ ചോദ്യം ചെയ്ത നേതാവാണ് രേണുക ചൗധരി. അപ്പോൾ രേണുക ചൗധരി കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധി കയറി ആ ബസ്സിലേക്ക് കയറുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഈ ബസ്സിന് മുന്നിൽ നടന്ന് 30 ജനുവരി മാർഗിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ 30 ജനുവരി മാർഗിലെ ബിർള ഹൗസിൽ ഗാന്ധിജി വെടിയേറ്റ് വീണ ആ മണ്ണിലേക്ക് സമരം നടത്താൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടികളുടെ MP-മാർ എല്ലാം തന്നെ ഒറ്റക്കെട്ടായി നീങ്ങുകയാണ്. പോലീസ് ഇടയ്ക്കിടയ്ക്ക് തടയുന്നുണ്ട് ബസ്. അപ്പോൾ ആ ഒരു തടസ്സം മറികടന്ന് നോക്കൂ എത്രത്തോളം RAF-ന്റെ നിരയാണ്, സൈനിക നിരയാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 30 ജനുവരി മാർഗിന് സമീപത്തേക്ക് ബസ് എത്തുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വലിയ നിര തന്നെയാണ്, സൈന്യത്തിൻ്റെ വലിയ നിര തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകാൻ ഇപ്പോൾ CRPF ഇപ്പോൾ തടയുകയാണ്, ഈ ഒരു ബസ്സിൻ്റെ യാത്ര തടയുകയാണ്. വലിയ നിര തന്നെ കാണാം. ഈ ബസ്സിൻ്റെ യാത്ര തടഞ്ഞുകൊണ്ട് CRPF-ൻ്റെയും RAF-ൻ്റെയും ദില്ലി പോലീസിൻ്റെയും വലിയ നിര തന്നെ കാണാം. അപ്പോൾ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നതായിരിക്കാം ഈ കേന്ദ്രസേനയുടെയും ദില്ലി പോലീസിൻ്റെയും തീരുമാനം. ഈ യാത്ര തടയുകയാണ്, ഈ പ്രതിഷേധ നീക്കം തടയുകയാണ്. 30 ജനുവരി മാർഗിൽ ബിർള ഹൗസിൽ ഗാന്ധി സ്മൃതിയിൽ ഗാന്ധിജി വെടിയേറ്റ് വീണ ആ മണ്ണിൽ അഹിംസയ്ക്ക് വേണ്ടി അഹിംസ ഉയർത്തിപ്പിടിച്ച് വലിയ പോരാട്ടം നടത്തിയ മഹാത്മാഗാന്ധിയുടെ ആ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ണിൽ പ്രതിഷേധം നടത്താനുള്ള, അവിടെ എത്തി പ്രതിഷേധിക്കാനുള്ള, പ്രതിഷേധമറിയിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ നീക്കത്തെ തടയുകയാണ് ഇപ്പോൾ ദില്ലി പോലീസും കേന്ദ്രസേനയും ചേർന്നുകൊണ്ട്. ഇത് മറികടന്നുകൊണ്ട് ഈ പ്രതിപക്ഷ നിരക്ക് മുന്നോട്ട് പോകാനാകുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലെത്തിയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിഷേധം. ആ പ്രതിഷേധം പോലീസ് കായികമായി തന്നെ നേരിട്ടു. പ്രതിപക്ഷ നേതാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ടാണ് ദില്ലി പോലീസ് പോയത്. ഒരുപക്ഷെ രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവിനും ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പോലീസ് നടപടി അവിടെ നേരിടേണ്ടി വന്നു. ഇപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ ഗാന്ധി സ്മൃതിയിലെത്തി പ്രതിഷേധിക്കാനുള്ള തീരുമാനം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി എടുത്തിരിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഗാന്ധി സ്മൃതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇതാ ബാരിക്കേഡ് മാറ്റിയിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും ബാരിക്കേഡ് മറിച്ചിട്ടാണ് ഇപ്പോൾ നീങ്ങുന്നത്. ബസ് മുന്നോട്ട് തന്നെ പോവുകയാണ്. രാജ്യത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ശ്രദ്ധയും അവിടെയുള്ള ആ പ്രതിപക്ഷ മാർച്ചിലേക്ക് കേന്ദ്രീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഗാന്ധി സ്മൃതിയിലേക്ക് ആ വാഹനം എത്തിച്ചേരുന്നത് എന്നത് ഉറ്റുനോക്കുകയാണ് രാജ്യമാകമാനവും. ഏത് മീഡിയയ്ക്കും ഇപ്പോൾ രാവിലെയൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ നോട്ടുകൾ വായിച്ചതിന് ജേർണലിസം എന്ന് വിളിക്കുന്ന ദേശീയ മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ അജണ്ട നടപ്പിലാക്കിയതിനെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കുന്ന ദേശീയ മാധ്യമങ്ങളുടെ അജണ്ടയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വിമർശനമുണ്ടാകുന്ന സാധ്യത. ബാരിക്കേഡ് തള്ളി നീക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വാഹനത്തിന് വഴിയൊരുക്കുന്നതിന് വേണ്ടി വലിയ പ്രതിഷേധമാണ്, രാജ്യമുറ്റുനോക്കുന്ന, ലോകമുറ്റുനോക്കുന്ന പ്രതിഷേധമാണ് ദില്ലിയിൽ നടക്കുന്നത്. ഒരു ബാരിക്കേഡിനും നിലവിൽ ആ യാത്രയെ തടയാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.